അപ്പോൾ അങ്ങ് വടക്കൂത് നമുക്കുള്ള അടുത്ത പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് വരും കേരള സ്റ്റോറി 2. അതിൻ്റെ ഒരു ടീസർ പോലൊരു സാധനം ചെയ്ത് ഇറക്കിയിട്ടുണ്ട് ഇവർ. നമ്മളറിയാതെ കേരളത്തിൽ എന്തൊക്കെ അതെ, കേരളത്തിൽ എന്താ നടക്കുന്നത് അറിയണമെങ്കിൽ നിങ്ങൾ ബോളിവുഡ് സിനിമയിലേക്ക് നോക്കണം. കാര്യം അവിടെയാണ് കേരളത്തിലുള്ളവർക്ക് അറിയാത്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത്. സോ ഇപ്പോൾ അവർ കേരള സ്റ്റോറി 2 എന്താ പരിപാടിയാ ഉണ്ടാക്കി വെച്ചേക്കുന്നത് നോക്കണം. ശാലിനി ഉണ്ണികൃഷ്ണൻ വരും പുതിയ ആരാ നോക്കട്ടെ. ഇൻസ്പയർഡ് ബൈ മെനി ട്രൂ ഇവന്റ്സ്. ഇതാണ് ഇവന്മാരുടെ മെയിൻ. എന്നിട്ട് मध्यप्रदेश से बिलोंग करती हूँ. मैं जैवलिन थ्रो में नेशनल गोल्ड जीतना चाहती थी. भारत का तिरंगा ओलंपिक्स में लहराना चाहती थी. मैं दिव्या पालीवाल राजस्थान से. मैं सोशल मीडिया इन्फ्लुएंसर बनना चाहती थी. डांस मेरा इकलौता पैशन है. संगीत के प्यार में मैं इतनी ब्लाइंड हो गई कि मैंने अपना सब कुछ खो दिया. फैजान से शादी की और जिंदगी बर्बाद हो गई. शशीर के झांसे में आ गई. चूर चूर हो गए. सलीम कहता है भारत की 8.5 करोड़ अनमैरिड हिंदू लड़कियां अब उसका टारगेट है. फैजान कहता है സലീമിന്റെ ടാർഗറ്റ് एक लड़की को भी नहीं छोड़ेगा. ഭയങ്കരമായ ആളവൻ. रशीद कहता है जो ताकत मोहब्बत में है वो बारूद में कहाँ. अगर वो जीत गए तो भारत की डेमोग्राफी बदल जाएगी और भारत एक इस्लामिक देश बन जाएगा. इसीलिए हमें लड़ना होगा क्योंकि अभी नहीं तो कभी नहीं. റിലീസ് അപ്പോൾ ഓൾറെഡി കഴിഞ്ഞിരിക്കുക. വേറെ ഡയറക്ടറാണോ? വേറെ കമാഖ്യ നാരായൺ സിംഗ്. മറ്റേത് വേറെ ആയിരുന്നില്ലേ? ആണോ? ഓർമ്മയില്ല. അത് മുഴുവിപ്പിക്കാൻ പറ്റിയില്ല ഫസ്റ്റ് പാർട്ട്. അതായത് ഇവർക്ക് ഇങ്ങനെ ഉള്ള പടം എടുത്ത് ഒരു സൈഡിൽ കൂടെ ഇപ്പോൾ നമ്മളിതിനെയൊക്കെ ട്രോൾ ചെയ്യുമ്പോൾ ഒരു സൈഡിൽ കൂടെ ഇങ്ങനത്തെ പടങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. അതൊരു സൈഡിൽ കൂടെ അങ്ങനെ അങ്ങ് പൊക്കോണ്ടേ ഇരിക്കും. അത് നിർത്താനൊന്നും പറ്റത്തില്ല. ഇതിങ്ങനെ പോകും. ഈ സമയത്ത് വിജയണ്ണൻ എടാ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഭഗവത് കേസരിയുടെ റീമേക്ക് അല്ലടാ ഞാൻ എടുത്തത്. ഞാൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് എൻ്റെ പടം ഇറക്കാതിരിക്കാൻ. സെൻസർ ബോർഡ് വരും. കേരള സ്റ്റോറി അതിനൊക്കെ ഒരു കുഴപ്പമില്ല. എന്ത് വേണം കാണിക്കാൻ. കോമഡി എന്ന് പറഞ്ഞ കമന്റ് സെക്ഷൻ എടാ നീ ഈ പടത്തിന്റെ സാരത്തിന്റെ ഇടയ്ക്ക് വിജയണ്ണനെതിരാണ് പറയുന്നത്. അല്ല അത് ആലോചിക്കുക. അല്ല ചേട്ടാ ഈ പടത്തിൽ നിന്നും ഈ പറഞ്ഞ സെൻസറിനോ ഈ പ്രശ്നം ഒരു കുഴപ്പമില്ല. ആർക്കും ഒരു പ്രശ്നമില്ല. ഏത് വിജയണ്ണൻ എന്തോ ചെയ്യുന്നത്? വിജയണ്ണൻ്റെ പടത്തിന് എന്താ പ്രശ്നം? ചേട്ടാ ഭഗവാൻ കേസിന്റെ റീമേക്ക് ബാലയെ വരെ എടാ ഇതിനകത്ത് എന്താണ് പ്രശ്നം? ആ സിനിമ വരുമ്പോൾ കണ്ടോണം. ആ പടത്തിനകത്ത് ഈ പ്രശ്നം എന്ന് പറയുന്ന ഒരു സാധനമില്ല. ഇത് കംപ്ലീറ്റ്ലി പുള്ളിയുടെ ആ ഒരു പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ച കുറച്ച് പ്രശ്നങ്ങളാണ്. അല്ലാതെ ആ സിനിമയ്ക്കകത്തൊരു തേങ്ങയില്ല. ആ സിനിമ ഭഗവാൻ കേസിൻ്റെ റീമേക്ക് പ്ലസ് കുറച്ച് എക്സ്ട്രാ വരുത്തണം, അത്രേ ഉള്ളൂ. പക്ഷേ നമ്മൾ പറഞ്ഞു വന്നത് കേരള സ്റ്റോറി ഇട്ടു. വടക്കന്മാർക്ക് ഇങ്ങനെ നമ്മളെ അടിച്ചുകൊണ്ടേയിരിക്കണം. ഇത് അല്ലേ ഒരവസരം കിട്ടുമ്പം ഇനി ഒരു പടം എടുക്കണം. പുള്ളിയുടെ ലക്ഷ്യം 85 മില്യൺ സ്ത്രീകൾ, അതായത് അൺമാരിഡ് സ്ത്രീകളെയും പുള്ളിക്കാരൻ ഇതാക്കി നമ്മുടെ ഇസ്ലാമിക് നേഷനായി മാറും. എന്തല്ലേ മാറി അല്ല കാര്യം അടി തുരത്തി അടിക്കും ഇവന്മാര്. രാജസ്ഥാൻ അതെ ഇവൻ അടി എല്ലാ ഭാഗത്തൊന്നും വാങ്ങിക്കണം ഇനി അടി. അതാണ് ടീച്ചറോ നമ്മളിത് ശ്രദ്ധ ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവര് അതെ ഇവര് സാധനം കൊള്ളാം. ആൾക്കാർ വിമർശിക്കാനാണെങ്കിലും ഇതൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന് പറയും. ഞാൻ പറയാം അതായത് ബേസിക്കലി ഇവർക്ക് ഇങ്ങനൊരു ടോപ്പിക്കിനെ പറ്റി പടം എടുക്കാൻ പാടില്ല എന്നുള്ളതൊന്നല്ല നമ്മുടെ പ്രശ്നം. ഇവർ ഈ നല്ലൊരു സിനിമയായിട്ടല്ല ഇവരെന്നെ പ്രസൻറ്റ് ചെയ്യുന്നത്. അതാണ് പ്രശ്നം. ഇപ്പം നിങ്ങൾ കേരള സ്റ്റോറിയുടെ ഫസ്റ്റ് പാർട്ട് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു ഭയങ്കര അമച്ചറായിട്ട് ചെയ്തിട്ടുള്ള ഒരു പടമാണ്. അത് ചേട്ടാ ഒരു സിനിമയായിട്ട് കാണാൻ പറ്റത്തില്ല. ഒരു സീരിയൽ പോലെ ഇരിക്കും അത് കണ്ടു കഴിയുമ്പോൾ. അവിടെയാണ് പ്രശ്നം. അതായത് നിങ്ങൾ ഓക്കെ ഇവ ദുരന്തർ നമ്മൾ പറഞ്ഞില്ല, ദുരന്തറിനകത്ത് ഒരു ചെറിയ പ്രൊപ്പഗാൻഡ ഉണ്ട്. പക്ഷെ ആ ദുരന്തർ ഒരു പടമാണ്. ദുരന്തർ മറ്റേ നമ്മുടെ ശിവകാർത്തികന്റെ കഴിഞ്ഞ പടം പരാശക്തി ഇതിനകത്തൊക്കെ ഒരു പ്രൊപ്പഗാൻഡ ഉണ്ട്. പക്ഷെ ആ രീതിയിൽ ഇതിനകത്ത് പ്രൊപ്പഗാൻഡ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെ വിമർശിക്കാമെങ്കിലും
അത് മനസ്സിലാക്കി ഒരു വൃത്തിയുള്ള സിനിമയും കാണാൻ പറ്റും. അതെ, നമ്മൾ അത്ര പറയുന്നുള്ളൂ. അതായത് നിങ്ങൾ എന്ത് പ്രൊപ്പഗാൻഡ എന്ത് തേങ്ങാക്കൊല വേണം കാണിക്കും, പക്ഷേ സിനിമ ഒരു സിനിമയായിട്ട് അത് കൊള്ളാമോ? ഇത് സിനിമയല്ല, നമുക്ക് സിനിമയെ വിട്ടേക്കാം. നമുക്ക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രൊപ്പഗാൻഡ ഇങ്ങനെ വെച്ച് അടിച്ചങ്ങ് കൊടുക്കണം. ആ പരിപാടിയാണ് ഈ പറയുന്നത്. ഒരു പരിധിവരെ സിനിമ മോശമായതുകൊണ്ട് പലരും കാണാത്തതുകൊണ്ട് എത്തത്തില്ല. അത് ഈ കേരള സ്റ്റോറി തന്നെ ആൾക്കാർ ഇങ്ങനെ എന്തോ സംഭവമാണ് പറഞ്ഞാൽ ഈ പടം കാണാതിരുന്നിട്ട് എനിക്ക് തീർക്കാൻ പറ്റുന്നില്ല. കാര്യം അത് ഒന്നാമത്തെ കാര്യം വളരെ മോശം അഭിനയം, വളരെ മോശം മേക്കിങ്, ഈ കഥാപരമായി തന്നെ ഇത് ഭയങ്കര വീക്കാണ്. റൈറ്റിങ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും മോശമാണ്. അവരുടെ കയ്യിലുള്ള ഒരേ ഒരു തുറുപ്പീട്ടെന്ന് പറഞ്ഞാൽ ഈ വിഷയം ഞങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണ് അവരെ പടം പ്രശ്നം. ഇവിടെ ഒരു കല്യാണത്തിന് പോകാൻ ഇച്ചിരി മുല്ലപ്പൂ തപ്പി നടന്നാൽ എത്ര സ്ഥലത്ത് പോകണമെന്ന് അറിയാം. ഇച്ചിരി ഇത്രയും മുല്ലപ്പൂ കിട്ടണേ. ഇതിനകത്ത് ശാലിനി ഉണ്ണികൃഷ്ണൻ കക്കൂസ് ഇരിക്കുമ്പോഴും തലയിൽ മുല്ലപ്പൂ. അതെ, എന്ത് തേങ്ങയാണ് എന്തൊക്കെ ഇടയുന്നത്. അവിടാണ് എനിക്ക് ബാക്കി എന്തും ഞാൻ സഹിക്കും. പക്ഷെ മുല്ലപ്പൂവിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു കോംപ്രമൈസും ഇല്ല. എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ ദിവസം കല്യാണത്തിന് മുല്ലപ്പൂ വാങ്ങിക്കാൻ ഓടി നടന്നതാണ്. എനിക്ക് ഭയങ്കര വിലയാണെന്ന് ഇവര് പറയുന്നത്. അയ്യോ ഇത് എന്തേലും ആവട്ടെ, ഇനി എന്തെങ്കിലും പൊട്ടാറി മുമ്പ് ചെയ്യട്ടെ പുല്ല്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കേരള സ്റ്റോറി 1 ഇറങ്ങിയപ്പോൾ ഇത് കണ്ടിട്ട് ഇതിന്റെ ഒരു ഡിസ്കഷൻ വീഡിയോ ഇറക്കണം എന്ന് വിചാരിച്ചിട്ട് കണ്ടുതീർക്കാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം, മനസ്സിലായോ? നമുക്കിനി കേരള സ്റ്റോറി 2 കണ്ടു വെച്ചേ, രണ്ടും കൂടെ ഒരു കമ്പൈലേഷൻ വീഡിയോ ചെയ്യാം. വലിയ റിസ്ക് ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. എല്ലാം നിങ്ങൾക്ക് വേണ്ടി, ഫോർ യുവർ എന്റർടൈൻമെന്റ് പർപ്പസ്, അത്രേ ഉള്ളൂ. ഇതിന്റെ അടിയിൽ ചിലപ്പം ഏതെങ്കിലും നോർത്ത് ഇന്ത്യൻസ് വരും. നിങ്ങൾക്ക് തമാശ, നോർത്ത് ഇന്ത്യന്മാർ വന്നാൽ നമ്മൾ കമന്റിലിട്ടടിക്കും, ഒരു കുഴപ്പമില്ല, വരട്ടെ അല്ലേ, ധൈര്യം ഉണ്ടേ വാടാ അത് പറഞ്ഞാൽ. അല്ല, കണ്ട് പണ്ട് ഏത് ട്രെയിലറിനൊക്കെ നമ്മൾ പൊതുവെ കുറച്ച് പുച്ഛം നമുക്ക് കുറച്ച് കൂടുതലാന്നൊരു അതങ്ങ് പുച്ഛിക്കും നല്ലപോലെ പുച്ഛിക്കും ഞാൻ. എസ്പെഷ്യലി ഇക്കാര്യത്തിൽ എനിക്ക് കുറച്ച് പുച്ഛം കൂടും. അതുകൊണ്ടാണ്. അപ്പോൾ എന്തെങ്കിലും കാണിക്കട്ടെ അവന്മാർ, അല്ലേ, അവന്മാരുടെ പടം കൊണ്ടുപോയി എടുത്തോണ്ട് പോകും.